അമേരിക്ക, യൂറോപ്പ്, ഗൾഫ് രാജ്യങ്ങൾ, ഓസ്ട്രേലിയ അങ്ങനെ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ തിരുവോണവും ഓണാഘോഷവും ഓണക്കാലവും എല്ലാം യാത്രകളാൽ നിറഞ്ഞതാണ്. ഈ വർഷം തന്നെ 2027ലേക്കുള്ള യാത്രയുടെ ബുക്കിംഗ് പൂർത്തിയായി കഴിഞ്ഞു. എല്ലാവർക്കും വേണ്ടത് പഴയിടം മോഹനൻ നമ്പൂതിരി ഒരുക്കുന്ന ഓണസദ്യയാണ്. ഇത്തവണത്തെ ആദ്യ യാത്ര ദുബായിലായിരുന്നു. പ്രവാസികൾക്ക് ഇപ്പോൾ തന്നെ ഓണസദ്യ രുചിക്കാനുള്ള ഭാഗ്യവും കിട്ടി. അപ്പം ദുബായിൽ നിന്നാണ് ഇത്തവണത്തെ ഓണം സീസണിന്റെ തുടക്കം. ഇത്തവണത്തെ ഓണം സീസൺ ദുബായിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പം എല്ലാ സീസണിലും ഇപ്പം നേരത്തെ തന്നെ ബുക്കിംഗ് ആയിരിക്കും, എങ്ങനെയായിരിക്കും അതിന്റെ ഒരു ഷെഡ്യൂളൊക്കെ എങ്ങനെയാണ്? അല്ല, സാധാരണഗതിയിൽ ഈ ഓണ സീസൺ മുഴുവൻ വളരെ നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്തിരിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷം ഓണത്തിന് മുൻപ് യു എസിലായിരുന്നു ആദ്യം തുടങ്ങിയത്. ഇത്തവണ പക്ഷേ യു എസിലേക്കില്ല. ഇത്തവണ അതിന് പകരം ഓസ്ട്രേലിയ, ന്യൂസിലൻഡാണ് പോകുന്നത്. അത് ഓണത്തിന് ശേഷമാണ് പോകുന്നത്. ഇപ്പം അടുത്ത വർഷം എന്നൊക്കെ പറഞ്ഞിട്ടാ, കാരണം മലയാളികളുടെ വലിയൊരു തിരക്കുണ്ടാവും മോഹനൻ നമ്പൂതിരി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും അത്? നെക്സ്റ്റ് ഇയറിലേക്ക് 2027ലേക്കുള്ള ബുക്കിംഗ് യു എസിലെല്ലാം കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ യു എയിൽ കുറച്ച് സ്ഥലത്ത് മാത്രമേ 2027ലേക്ക് ഡേറ്റ് ഉള്ളൂ ഇനി കൊടുക്കാൻ. ഇപ്പം ഇവിടെയൊക്കെ സദ്യ ഒരുക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും? അല്ല, ഇവിടെ പ്രശ്നമില്ല. ഇവിടെ ഇപ്പോൾ നാട്ടിൽ തന്നെ ഒരു പരിച്ഛേദമാണ്. കേരളത്തിൻ്റെ പരിച്ഛേദം തന്നെയാണല്ലോ. യു എ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയാലും എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. ഒരല്പം വില കൂടുതലാണെന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഇവിടെ വരുമ്പോൾ മലയാളികളുടെ ഒരു സ്നേഹം എങ്ങനെയാണ് ശരിക്കും അത് ഫീൽ ചെയ്തിട്ടുള്ളത്? അത് ഇവിടെ നിന്നല്ല, എവിടെയായാലും കേരളത്തിന് വെളിയിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രവാസി മലയാളികളിൽ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയും വളരെ സന്തോഷത്തോടു കൂടി സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഓണം. കേരളത്തിൽ അത്രയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ ഉള്ള ആൾക്കാരെക്കാൾ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേരളത്തിന് വെളിയിലാണ്. തീർച്ചയായിട്ടും അങ്ങനെ കാണുന്നത്. പുറത്ത് മലയാളികൾ ഏറ്റവും നൊസ്റ്റാൾജിക് ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ കിട്ടാൻ കാത്തിരിക്കുന്ന ഒരു വിഭവം ഏതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? അല്ല, അത് ഓണസദ്യയും സദ്യയോട് ചേർന്നിട്ടുള്ള പായസങ്ങളും അത് വളരെ നൊസ്റ്റാൾജിക്കാണല്ലോ എല്ലാവർക്കും. അത് കാലങ്ങളായിട്ടുള്ള ഒരു ശീലമാണല്ലോ, അത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ കാത്തിരിക്കുന്നു എല്ലാവരും. കേരളത്തിൻ്റെ പല മൂല്യങ്ങളും പുതിയ തലമുറയ്ക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു ആശങ്ക പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഓണത്തിൻ്റെ കാര്യത്തിൽ മാത്രം അത് സംഭവിക്കുന്നില്ല അല്ലേ? കാരണം ഓണം ഓരോ ജനറേഷനും അത് വലിയ വലിയ വികാരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഓണം എന്ന് പറയുന്നത് മലയാളി ഒരുമിക്കുന്ന ഒരേ ഒരു സ്ഥലം ഓണത്തിന് വേണ്ടിയിട്ട് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് എവിടെയായാലും അതിൻ്റെ അകത്ത് ജാതി, മത, വർണ്ണ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ എല്ലാ ആൾക്കാരും ഒരുപോലെ ഒത്തുചേരുകയും ഒരുപോലെ ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. അത് നഷ്ടപ്പെടുന്നില്ല ഇപ്പോഴും. അത് കാലങ്ങൾ ചെല്ലുന്തോറും അതിൻ്റെ ഒരു കൂടുതൽ അതിൻ്റെ ഒരു ഊഷ്മളത കൂടിയാണ് വരുന്നത്. കുറയുന്നതായിട്ട് ഒട്ടും തോന്നിയിട്ടില്ല ഇതുവരെ. വ്യക്തിപരമായിട്ട് ഓണം എവിടെയാണ് ആഘോഷിക്കാൻ താല്പര്യപ്പെടാറുള്ളത്? എവിടെയാണ് ഉണ്ടാവാറുള്ളത്? വീട്ടിലുണ്ടാകാറുണ്ടോ? വ്യക്തിപരമായിട്ട് ഓണം വീട്ടിലുണ്ടാവാറ് വളരെ ചുരുക്കമാണ്. കാരണം ഒന്നെങ്കിൽ ഓണത്തിന് മുൻപ് യാത്രയൊക്കെ ആയിട്ട് ഓണത്തിൻ്റെ അന്ന് രാവിലെയൊക്കെ ആയിരിക്കും എത്തുക, അല്ലെങ്കിൽ ഓണത്തിന് അന്ന് വൈകുന്നേരം പോകാവുന്ന രീതിക്കാണ് മിക്കവാറും വരുന്നത്. അപ്പോൾ എങ്ങനെയായി കഴിഞ്ഞാലും ഓണം സെലിബ്രേറ്റ് ചെയ്യാനുള്ള അവസരം നാട്ടിൽ കിട്ടാറ് പതിവില്ല. നമുക്ക് വ്യക്തിപരമായിട്ടില്ല, നമ്മൾ എല്ലാവരോടും കൂടെ കൂടുന്ന സ്ഥലം എവിടെയാണോ അവിടെയാണല്ലോ നമ്മുടെ ഓണം. അതുകൊണ്ട് അത് അവിടെ നമ്മൾ ആഘോഷിക്കുന്നതെന്ന് മാത്രം. അത് സ്വന്തം വീടായിട്ട് കരുതിയിട്ട് അവരുടെ കൂടി ആഘോഷിക്കും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. കാരണം അത് പ്രവാസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് ഇന്നിപ്പോൾ താങ്കൾ പറഞ്ഞാൽ വളരെ നൊസ്റ്റാൾജിക്കാണ്. അവരുടെ നൊസ്റ്റാൾജിയോടൊപ്പം നമ്മളും കൂടി ചേർന്ന് കഴിയുമ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ളൊരു മധുരം തോന്നാറുണ്ട്. ഇവൻ ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലം അല്ലെങ്കിൽ അങ്ങനെ പോകാൻ ഇഷ്ടമുള്ള മലയാളികളുടെ ആ ഒരു കണക്ഷൻ കൂടുതലുള്ള സ്ഥലം ഏതായിട്ടാണ് തോന്നിയിട്ടുള്ളത്? എല്ലാ സ്ഥലങ്ങളിലും പോകാൻ ഇഷ്ടമാണെങ്കിലും കൂടുതൽ വന്നു പോകുന്ന സ്ഥലം ദുബായ് തന്നെയാണ്. യു എ തന്നെയാണ്. യു എയിലാണ് ഏറ്റവും കൂടുതൽ ഓണ പ്രോഗ്രാംസ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യു എയിൽ കൂടുതൽ വന്നിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് ടൈമാണ് ദുബായിൽ. അതിന് എൻ്റെ ഫസ്റ്റത്തെ ഒരു ഓണമാണ് ഇവിടുത്തെ. അപ്പോൾ ഇവിടെ എല്ലായിടത്തിനെക്കാട്ടും ഒരു ഫസ്റ്റ് തുടങ്ങിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെക്കാളും സൂപ്പറായിട്ട് ഇവിടെയാണ് ആഘോഷിക്കാറുള്ളത്. അപ്പോൾ നല്ലൊരു ആഘോഷം ഇവിടെ വന്നിട്ടാണ് നമ്മൾ ആഘോഷിച്ചിട്ടുള്ളത് തന്നെ ഓണമൊക്കെ. അതിപ്പോൾ ഓണം ദുബായ് തന്നെ ആയിരിക്കും. പഴയുടെ ഇവിടെ നേരിട്ട് വന്നു. എങ്ങനെയുണ്ട് സദ്യയും കാര്യങ്ങളൊക്കെ? എങ്ങനെയുണ്ട്? പറയാനുണ്ടോ? സൂപ്പർ അല്ലേ? I always love Sadya because of the variety they have, especially some of the dishes, the inji puli and some sambar and all is really good. How long have you been in Dubai? 14 years. Yeah. So have you experienced Sadya before? Yes, my husband is a Malayali, so of course I always go with him. How do you feel about Onam? Onam is really nice. I love the culture that they bring together, especially the costumes. The dresses are really beautiful, the prints and everything, and the food, of course. You're basically from? I'm from Mangalore. I have been here from last 8 years and almost like 2 to 3 times I have been with Onam celebration as well. I like the Payasam. This especially, it's really delicious. No, this is the first time like I'm attending this function and like
I'm feeling so happy after attending this event. ഞാനൊരു ആലപ്പുഴക്കാരനാണ്. അപ്പം ഞങ്ങളുടെ അവിടെ അറിയാലോ വള്ളംകളി, ഇതിൻ്റെ ഒരു ഓണസദ്യ. ഇവിടെ ഏറ്റവും നമ്മൾ മിസ് ചെയ്യുന്ന കാര്യം വള്ളംകളിയാണ്. ഇവിടെ റാസൽ കൈമയിലൊക്കെ ഉണ്ട്, വള്ളംകളി ഉണ്ട്. എന്നാൽ കൂടി നാട്ടിലുള്ള അത്ര ഒരു ഇത് നമുക്ക് കിട്ടില്ല. അപ്പോൾ ആ ഒരു മിസ്സിങ് നമുക്ക് ഇതാണ്. ഒരു നാടിന്റെ ഒരു ഫീലും അല്ലാത്ത ഫീൽ തന്നെയാണ്. തീർച്ചയായിട്ടും അത് ആർപ്പ് ഈയോ വിളിയും നമ്മുടെ ഓണ ആഘോഷത്തിൻ്റെ ആ ഒരു ഇതും ആരവങ്ങളും എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലത്തെ വൈബ്. പക്ഷെ അതിന് ഒപ്പം തന്നെ വൈബ് ഇവിടെയും കിട്ടുന്നുണ്ട്. ഇത്തവണത്തെ തിരുവോണം അതിന്റെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? പേഴ്സണലി പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? തിരുവോണത്തിനൊന്നും കാണില്ല, ബിക്കോസ് വർക്കിംഗ് ഡേ ആണ്. അപ്പം നമ്മൾ അതിന് മുമ്പ് ശേഷമുള്ള വീക്കെൻഡിലേക്കാണ് ഓണം ആഘോഷിക്കുന്നത്. എപ്പോഴും ഞങ്ങൾക്കൊരു വലിയ ഗ്രൂപ്പ് തന്നെ ഉണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും കൂടെ, പിന്നെ പല പല ഓണ പരിപാടികളും ഉണ്ട്. എല്ലാം പ്ലാൻഡ് ആണ്. എത്ര വർഷമായി ഇപ്പോൾ ഇവിടെ ദുബായിൽ വന്നിട്ട്? ഇപ്പോൾ 5 വർഷമായിട്ട്. 5 വർഷം ഓണം ഇവിടെ തന്നെയായിരുന്നു. 5 വർഷം ഓണം ഇവിടെ തന്നെയായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും പ്രവാസികൾക്ക് ഡിസംബർ വരെ നമുക്ക് ഓണമായിരിക്കും, ക്രിസ്മസ് വരെ. അപ്പോൾ അത് അടിപൊളിയായിട്ട് സദ്യയൊക്കെ കഴിച്ച് പോകാന്നാണുള്ള പ്ലാന്. നമുക്ക് ഇവിടെ സാരി ഉടുക്കാൻ അത്ര സന്ദർഭങ്ങൾ കുറവാണ്. നാട്ടിലുടുത്ത് കളറായി നടക്കാമെങ്കിൽ, പക്ഷേ എനിക്ക് തോന്നുന്നു ഓണം സീസണിൽ അതെടുത്തങ്ങ് മുതലാക്കുമല്ലോ ഷെൽഫിലെടുത്ത് വെച്ച സാരികളൊക്കെ. സാരിയുടെ കാര്യം പറഞ്ഞു തുടങ്ങിയാൽ തന്നെ ഞാൻ ആക്ച്വലി സാരിയെ കൊടുത്ത് നിന്ന് ഇറങ്ങി. സോ ഇറങ്ങിയപ്പോൾ മൊത്തത്തിൽ തിരിഞ്ഞു പോയി, അത് വലതേ സൈഡിലേക്കായി. അതൊക്കെയാണ് നമ്മുടെ പ്രവാസികളുടെ സാരി ഉടുപ്പ് കഥകളിലേക്ക് പോയാലും. ബട്ട് എനിവേസ് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലാണ് നമുക്ക് വി ഫീൽ ദറ്റ് യൂണിറ്റി. എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്നു, നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സസ് ട്രൈ ചെയ്യാൻ പറ്റുന്നു, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു, ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ